today's class will start with shear force diagram and bending moment diagram. You know, how to construct a shear force diagram or a bending moment diagram for different type of problems, right? നമുക്ക് ഫസ്റ്റ് അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാറ്റഗറിയിൽ നിന്ന് തുടങ്ങാം, which is a cantilever beam. Okay, so the first case, okay, for shear force diagram and bending moment diagram, SFD and BMD for cantilever beams. Cantilever beams. Okay. എന്താണ് കാന്റിലിവർ ബീം എന്ന് അറിയാം. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസ് കൊടുക്കാം. നമുക്ക് ഏറ്റവും സിമ്പിൾ കേസ് പറഞ്ഞാൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന കേസാണ്. അപ്പൊ നമുക്ക് ഒരു സിംഗിൾ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന ഒരു കേസിൽ വെച്ചിട്ട് തുടങ്ങാം. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഈ പ്രോസസ് ആണ് കറക്റ്റ് ആയിട്ട് അറിയേണ്ടത്, അല്ലെങ്കിൽ പ്രൊസീജിയർ അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്ന മെത്തഡോളജി ആണ് നിങ്ങൾക്ക് ക്ലിയർ ആവേണ്ടത്. ഫൈൻ. ഓക്കെ, ഇപ്പോ നമുക്ക് ഒരു ആസ് എ കേസ് വൺ, ഫസ്റ്റ് കേസ് ആയിട്ട് നമുക്ക് ഏറ്റവും സിംപ്ലിഫൈഡ് കേസ് എടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം എടുക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് കാന്റിലീവർ സബ്ജക്റ്റഡ് ടു പോയിന്റ് ലോഡ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ടൈപ്പ് ലോഡ് ഉണ്ട്. പോയിന്റ് ലോഡ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആൻഡ് യൂണിഫോംലി വാരിയിങ് ലോഡ്. അതിന്റെ ഫസ്റ്റ് കേസ് ആയിട്ട് കാന്റിലിവർ when it is subjected to പോയിന്റ് ലോഡിന്റെ കണ്ടീഷൻ എടുക്കാം. ഓക്കെ, അത് ഒരു സിംഗിൾ പോയിന്റ് ലോഡിന്റെ കേസ് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു കാന്റിലിവർ. So this is subjected to a point load P. Okay, ഇതിന്റെ shear force diagram and bending moment diagram. First question. Right. Now, how will you find the shear force diagram? Like, how will you plot the shear force diagram and bending moment diagram? Now, ഈ ഒരു കേസിൽ ഇപ്പൊ ഏതാണ്ട് ഇതുപോലെയുള്ള ഒരു കാന്റിലിവർ ബീം ഉണ്ട്. ഇതുപോലെ ഇതിന്റെ ഒരു എൻഡിൽ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ സിംപ്ലിഫൈ ആയിട്ട് നമുക്ക് ഇത് അറിയണമെങ്കിൽ നമുക്ക് വെറുതെ ഒരു ഫിംഗർ എടുക്കാം. ഓക്കെ, ഇതിപ്പോ ഒരു കാന്റിലിവർ ബീം പോലെയുള്ള ഇതിന്റെ എൻഡ് പോയിന്റിൽ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ ചെറിയൊരു ലോഡാണെങ്കിൽ ഇത് റെസിസ്റ്റ് ചെയ്യും. നല്ല ലോഡ് വരുമ്പോൾ നമുക്ക് നല്ല ബലം പിടിക്കണം, ശരിയല്ലേ? നമ്മൾ വെറുതെ ഒന്ന് പിടിച്ചിട്ട് ഒരു സാധനം വെച്ച് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വിരല് പ്രസ് ചെയ്ത് പോകാണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ എന്ത് വേണം, നല്ല ബലം പിടിക്കും അല്ലെ. ഓക്കെ, അപ്പൊ ഇതുപോലെ ഉണ്ടാവും ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്ന ഒരു കണ്ടീഷൻ. അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഈ ലോഡ് കൊണ്ട് ഈ മെറ്റീരിയൽ ഉണ്ടാവുന്ന ഷിയറിംഗ് ഫോഴ്സ് എവിടെയായിരിക്കും മാക്സിമം എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഷിയർ ചെയ്തു പോകാനുള്ള ഫോഴ്സ് ഏത് പോയിന്റിലായിരിക്കും മാക്സിമം എന്നാണ് കാണാൻ പോകുന്നത്. സിമിലർലി ഇപ്പൊ നമുക്ക് ഇങ്ങനെ അറിയാം, ഇവിടെ ലോഡ് കൊടുക്കുമ്പോൾ നമുക്ക് 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 സ്വയം നമ്മൾ ഇൻഡ്യൂഷനിൽ നമുക്ക് എവിടെയായിരിക്കും മാക്സിമം ബെൻഡിങ്ങിന്റെ എഫക്ട് ഉണ്ടാവുക. ഇവിടെ 2 പോയിന്റ് മാർക്ക് ചെയ്യാം. ലെറ്റ് ദിസ് ബി മൈ എ പോയിന്റ്. ഓക്കെ, ലെറ്റ് ദിസ് ബി മൈ എ, ലെറ്റ് ദിസ് ബി മൈ ബി. എവിടെയായിരിക്കും മാക്സിമം ബെൻഡിങ് സ്ട്രെസ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ ഏറ്റവും ബെൻഡിങ്ങിന്റെ ഒരു അവസ്ഥ ഏറ്റവും കൂടുതൽ അതിന്റെ സ്ട്രെസ് എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ബെൻഡിങ് അനുഭവപ്പെടുക ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. എ എന്നുള്ള പോയിന്റിലായിരിക്കും, ബി എന്നുള്ള പോയിന്റിലായിരിക്കും? എവിടെയായിരിക്കും? ആ പറഞ്ഞോ വക്കീലവർ, എ ആണോ ബി ആണോ? ചിലർ എ എന്ന് പറയുന്നുണ്ട്, ആരെങ്കിലും ബി പറയുന്നുണ്ടോ? മനസ്സിലൊന്ന് കണ്ടു നോക്കാം. കൊടുക്കുന്നു, അവിടെ ബെൻഡാവുക. എ ആണ് അല്ലെ. കാരണം എന്താ, ഇതെങ്ങനെ ബെൻഡാവുക? ഞാനിവിടെ ലോഡ് കൊടുത്തു കഴിഞ്ഞാല് ഇതുപോലെ ബെൻഡാവും, ശരിയല്ലേ? ബി എന്നുള്ള പോയിന്റിൽ ബെൻഡിങ്ങിന്റെ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല, കാരണം അത് ഫ്രീ ആയിട്ട് ബെൻഡായി. ബെൻഡിങ്ങിന്റെ ഏറ്റവും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പെയിൻ തോന്നുന്നത് എവിടെയായിരിക്കും? ഈ എൻഡ് പോയിന്റിലാണോ? അല്ല അല്ലെ. ഞാൻ പിടിച്ച് വലിക്കുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ പെയിൻ വരുന്നത് എവിടെയാ? ഈ ഫിക്സ് ചെയ്ത പോയിന്റിലായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ബെൻഡിങ് സ്ട്രെസ് അനുഭവപ്പെടുക. ഫൈനൽ ഇത് ബെൻഡ് ആവുന്നത് ഇങ്ങനെയായിരിക്കും. നമുക്ക് നമ്മുടെ ഇൻഡ്യൂഷനിൽ നമുക്കറിയാം ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. നമുക്ക് മാത്തമാറ്റിക്കലി അത് പ്രൂവ് ചെയ്ത് നമുക്കത് ഷിയർ ഫോഴ്സ് ഡയഗ്രാമിന്റെ വരക്കാം, എങ്ങനെയാണ് അത് വരിക എന്നുള്ളത്. ഓക്കെ, ഏറ്റവും ജനറൽ കേസ് ആയിട്ട് നമ്മളൊരു ലോഡിന് പകരം ലോഡ് പി ആയിട്ട് കൺസിഡർ ചെയ്യണം. Now we'll first try to plot the shear force diagram. Okay, there is a procedure. We'll start with the shear force diagram. Right. Now ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള 2 പോയിന്റ്, അതിന്റെ മെയിൻ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാം. പോയിന്റ്സ് എങ്ങനെ മാർക്ക് ചെയ്യണം എന്ന് വെച്ചാൽ wherever there is a cross sectional change and wherever there is a load acting. ഓക്കെ, അതൊക്കെ ഒരു പുതിയ പോയിന്റ് ആണ്. ഓക്കെ, ഇവിടെ ഒരു യൂണിഫോം കാന്റിലിവർ ബീം ആണ്, യൂണിഫോം ആണ്.
പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ്, ഒന്ന് പി എന്നുള്ള പോയിന്റ് ആണ്, രണ്ട് എ എന്നുള്ള പോയിന്റ് ആണ്. ഫിക്സ്ഡ് ആയിട്ടുള്ള പോയിന്റ് ഇവിടെയാണ് ഒരു റിയാക്റ്റീവ് ഫോഴ്സ് വരുന്നത്. അപ്പോൾ ഇവിടെ എ ആൻഡ് ബി ആർ യുവർ ടു ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ആ രണ്ട് പോയിന്റ് മാർക്ക് ചെയ്യാം. പി എന്നുള്ള പോയിന്റിലാണ് ലോഡ് പി വരുന്നത്. റൈറ്റ്. നൗ വിൽ ട്രൈ ടു പ്ലോട്ട് ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, അതിനെ മുമ്പായിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ഫോർ ദ സെക്ഷൻ, ഇവിടെ ആകെ ഒറ്റ സെക്ഷനേ ഉള്ളൂ. സോ ഞാൻ അത് മാത്രം എടുക്കാണ് ഫസ്റ്റ് കേസിൽ. ഫോർ ദ സെക്ഷൻ എ ബി. ഓക്കെ, നമ്മൾ സെക്ഷൻ ബൈ സെക്ഷൻ കൺസിഡർ ചെയ്യണം when you are plotting your shear force diagram. Okay, for this section AB, now shear force at B, നമുക്ക് shear force at B എത്രയായിരിക്കും എന്ന് നോക്കാം. Okay, shear force at B, right, എന്ന് വെച്ചാൽ ഈ B എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര എന്നാണ് ഞാനിപ്പോ ചോദിച്ചത്. റൈറ്റ്. അപ്പൊ ഇത് കാണണമെങ്കിൽ നമുക്ക് നമ്മളെ ബേസിക് റൂൾസിലേക്ക് പോകാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആദ്യം നോക്കേണ്ട കാര്യം സൈൻ കൺവെൻഷൻ ആണ്. 3 റൂൾസിൽ ആദ്യം സൈൻ കൺവെൻഷൻ ആയിരുന്നു അല്ലെ. സൈൻ കൺവെൻഷനിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു റൺ ആണ് അത് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം അല്ലെ. എന്താണ്? റൈറ്റ് അപ്വേർഡ് ഈസ് നെഗറ്റീവ് അല്ലെ. റൺ അല്ലെങ്കിൽ റൈറ്റ് അപ്വേർഡ് ഫോഴ്സ് ഈസ് നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ പി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കോ പോസിറ്റീവ് ആയിരിക്കോ? എന്താടാ നമുക്ക് സൈഡിൽ യൂസ് ചെയ്യണം. അഡീഷണൽ കാര്യം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടൊക്കെ എഴുതി. നമുക്ക് സെൻട്രൽ തന്നെ എഴുതാം. ഓക്കെ, സോ ഷിയർ ഫോഴ്സ് അറ്റ് ബി നമുക്ക് എന്താണ്? ഇറ്റ് ഈസ് പോസിറ്റീവ് പി ആണ് അല്ലെ. പോസിറ്റീവ് ആണ്. പോയിന്റ് ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പി ആണ്. റൈറ്റ്, പോയിന്റ് ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പി ആണ്. അപ്പൊ ആ ഫോഴ്സ് ആ പോയിന്റിൽ ഉണ്ട്. സോ ദാറ്റ് പോയിന്റ് പി, ദാറ്റ് ഇസ് പോസിറ്റീവ് പി. റൈറ്റ് അപ്വേർഡ് നെഗറ്റീവ് ആണ്, നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നുകൊണ്ട് പോസിറ്റീവ് ആണ്. റൈറ്റ്. ഇനി ബി ടു എ, നമ്മളിപ്പോ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഒരു എൻഡിന്ന് നമ്മളിങ്ങനെ സഞ്ചരിക്കാൻ പോവാണ്. ഒരു എൻഡിന്ന് ഇവിടെ ഞാനിപ്പോ ഇങ്ങനെ വന്നു, ഇതൊരു കാന്റിലിവർ, ഞാനിപ്പോ നിൽക്കുന്ന ഒരു കാന്റിലിവറിലാന്ന് വിചാരിക്കും. ഞാൻ ഇവിടെ ഒരു ലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു എൻഡിന്ന് അങ്ങ് നടക്കാണ്. ഞാൻ നോക്കുമ്പോ യെസ് ഇവിടെ ഒരു പി എന്ന് പറഞ്ഞ ലോഡ് ഉണ്ട്. ആ പി എന്ന് പറഞ്ഞ ലോഡിന് ഞാൻ ഇങ്ങ് എടുത്തു. ഓക്കെ, നമുക്ക് അങ്ങനെ നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ നടന്നു പോകുന്ന ഈ ഒരു പൊസിഷൻ ഇതുപോലെ, ഇതാണ് പി എന്ന് പറഞ്ഞ ലോഡ്. ഈ നമ്പർ ഓഫ് പെൻ അല്ലെ, ഇതൊരു പി എന്ന് പറഞ്ഞ ലോഡാണ്. ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നത് യെസ് ഒരു കുറ്റിയുണ്ട്, ഒരു കുറ്റിയാണ് തർപ്പിച്ചുണ്ട്. അതൊരു ഒരു അല്ലെങ്കിൽ ഈ നമ്പർ ഓഫ് ഇത്രയും പെന്നുകളെ കൂട്ടം, ഇത് പി എന്ന് പറഞ്ഞ ലോഡ് അതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനിങ്ങ് എടുത്തു. അപ്പൊ ഇപ്പൊ എന്റെ കയ്യിലാണ് ഈ പി എന്ന് പറഞ്ഞ ലോഡുള്ളത്. ഇനി ഞാനിങ്ങനെ നടന്നു വരുന്നത് ബി നിന്ന് എയിലേക്ക് ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഓക്കെ, ബി നിന്ന് എയിൽ സഞ്ചരിക്കുന്നതിന്റെ ഇടയ്ക്ക് വേറെ ലോഡൊന്നുമില്ല അല്ലെ. എന്ന് വെച്ചാൽ അപ് ടു എ അത് കോൺസ്റ്റന്റ് ആണ്. പി തന്നെയാണ്, വേറൊന്നുമില്ല. ആ പി എന്ന് പറഞ്ഞ ലോഡിന്റെ അതേ എഫക്റ്റ് ആണ് അപ് ടു എ വരെ വരുന്നത്. റൈറ്റ്. സോ അതുവരെ നമുക്ക് നോക്കണ്ട. സോ ഷിയർ ഫോഴ്സ് അറ്റ് എ, റൈറ്റ്, ഷിയർ ഫോഴ്സ് അറ്റ് എ ഫോർ ദിസ് സെക്ഷൻ. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ ഷിയർ ഫോഴ്സ് അറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ അറ്റ് എ എന്ന് പറയുമ്പോൾ എ വരെ എടുക്കുന്നുള്ളൂ. എ എന്നുള്ള പോയിന്റ് നമ്മൾ എടുക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ് ടു എ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പോസിറ്റീവ് പി അല്ലെ. നമ്മളിപ്പോ ഒരു ഫിംഗറിന്റെ കേസ് നോക്കാം. ഒരു 2 പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവുള്ളൂ. പോയിന്റ് പി എടുക്കാം. ഇവിടെ ഒരു ലോഡ് ഒരു പോയിന്റ് പി എന്ന് പറഞ്ഞ ലോഡ് ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് തൊട്ട് ഇതിന്റെ എൻ പോയിന്റ് വരെ സെയിം എഫക്ട് തന്നെ ആയിരിക്കും. ഷിയറിംഗ് എഫക്ട് സെയിം ആയിരിക്കും. ലോഡിനെ കൊണ്ടുള്ള ഷിയറിംഗ് ഫോഴ്സ് സെയിം തന്നെ ആയിരിക്കും. റൈറ്റ്. സോ ഷിയർ ഫോഴ്സ് അറ്റ് എ up to A will also be equal to P. Okay, ഇപ്പൊ 2 പോയിന്റേ ഉള്ളൂ. അപ്പോൾ ഷിയർ ഫോഴ്സിന്റെ 2 പോയിന്റിലെ വാല്യൂസ് എനിക്ക് കിട്ടി. ഇതിനെ എങ്ങനെ ജോയിൻ ചെയ്യാന്ന് മാത്രം നോക്കിയാൽ മതി. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ അതിനു മുമ്പ് നമുക്കിനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. BMD, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. റൈറ്റ്. നമുക്കറിയാം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലെ. ബെൻഡിങ് മൊമെന്റ് ഇസ് ആക്ച്വലി ഫോഴ്സ് ഇൻറ്റു perpendicular distance. Right. നമുക്ക് നോക്കാം. സോ ബെൻഡിങ് മൊമെന്റ് നമുക്ക് ബെൻഡിങ് മൊമെന്റ് എടുക്കുന്ന സമയത്ത് ശരിക്കും സെക്ഷൻ ബൈ സെക്ഷൻ എടുക്കണമെന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് അങ്ങനെ തന്നെ പോവാം. ഫോർ ദ സെക്ഷൻ എ ബി ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി എന്തായിരിക്കും? ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി എന്തായിരിക്കും? ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ആർബിട്രറി സെക്ഷൻ, ഒരു എ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അറ്റ് സം ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഈ എ എന്ന് പറയുന്ന സെക്ഷൻ വിൽ ബി ഈക്വൽ ടു പി ഇൻറ്റു എക്സ്. ശരിയല്ലേ അല്ലേ? ഇവിടെ ബെൻഡിങ് മൊമെന്റ് പഠിച്ചിട്ടില്ലേ? ബെൻഡിങ് മൊമെന്റ് അല്ലേ?
Yes, sir. ഓക്കെ കറക്റ്റ്. ബ്ലർ ആവുന്നുണ്ടല്ലേ? ഓക്കെ ഫൈൻ. നമുക്ക് അങ്ങോട്ട് എഴുതണ്ട. ഓക്കെ സോറി. ഞാൻ എത്രയേ പറഞ്ഞുള്ളൂ? ബെൻഡിങ് മൊമെന്റ് അറ്റ് എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു എക്സ്. അങ്ങനെയാണെങ്കിൽ അറ്റ് ബി എന്നുള്ള പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് എന്തായിരിക്കും? ആ ലോഡ് പി ഇൻറ്റു എക്സ് എന്താവും? എക്സ് വിൽ ബി ഈക്വൽ ടു 0. ഈ പോയിന്റ് ഡിസ്റ്റൻസ് ഇല്ല. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ബിയിലാണ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ മൊമെന്റ് കിട്ടുള്ളൂ അല്ലെ? ഇവിടെ ഫോഴ്സ് ഉണ്ട്, ബട്ട് ദർ ഇസ് നോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ദാറ്റ് മീൻസ് യുവർ ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 0 വിച്ച് ഇസ് ഈക്വൽ ടു 0. ക്ലിയർ ആണോ? ബെൻഡിങ് മൊമെന്റ് അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എങ്ങനെയായിരുന്നു? ബെൻഡിങ് മൊമെന്റ് ഏറ്റവും എഫക്റ്റീവ് ഈ എൻഡ് പോയിന്റിലാണ്, ഇവിടെ അല്ലാതാണ് നമ്മൾ ആസ് പെർ നമ്മുടെ ഇൻഡ്യൂഷൻ നമുക്ക് മനസ്സിലായത് അല്ലെ? അതിനെയാണ് ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ബെൻഡിങ് മൊമെന്റ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ആൻഡ് ദർ ഇസ് നോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ? കാരണം ഞാൻ എടുക്കുന്ന പോയിന്റ് ബി ആണ്, ബിയിൽ തന്നെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് ബെൻഡിങ് മൊമെന്റ് 0. ക്ലിയർ അല്ലേ? Yes, sir. Okay, fine. Yes, sir. So that means your bending moment, അങ്ങനെയാണെങ്കിൽ the bending moment at A എത്രയായിരിക്കും? Bending moment at A, if the length of this one is L, if the length of the beam is L, your bending moment will be equal to എത്രയായിരിക്കും? PL. P into L അല്ലേ? P into L is the bending moment. Now നമ്മളിവിടെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. എന്തായിരുന്നു? സൈൻ കൺവെൻഷൻ ഞാൻ നോക്കിയിട്ടില്ല അല്ലെ? സൈൻ കൺവെൻഷൻ നോക്കിയിട്ടില്ല. ഇത് പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ? പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കും? Positive. എന്തായിരുന്നു സൈൻ കൺവെൻഷൻ? താഴത്തത് ബ്ലഡ് ആവുന്നു. Negative. ബെൻഡിങ് മൊമെന്റ് അറ്റ് B is equal to 0. ബെൻഡിങ് മൊമെന്റ് അറ്റ് A is equal to P into L. ഇത് പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കും? എങ്ങനെ എന്താ സൈൻ കൺവെൻഷൻ എന്തായിരുന്നു? ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? സ്മൈലിംഗ് മൊമെന്റ് ഈസ് പോസിറ്റീവ്, സാഡ് മൊമെന്റ് ഈസ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്ത് വരും? ഇത് എങ്ങനെയാണ് ബെൻഡ് ആവുന്നത്? ഇത് ബെൻഡ് ആവുന്നത് ഇങ്ങനെയായിരിക്കും അല്ലെ? ഇങ്ങനെയല്ലേ ബെൻഡ് ആവുക? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഇങ്ങനെ ഉണ്ടെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ദിസ് ഈസ് ആക്ച്വലി എ walking moment, it's a sad moment അല്ലെ? So that means the value is negative minus P into L. Right. Now based on this you can draw your shear force diagram and bending moment diagram. എങ്ങനെയാണെന്ന് പറയാം. So this is your loading diagram. ഇത് എങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓർഡറിലാണ് വരക്കേണ്ടത്. ഇതാണ് എന്റെ ലോഡിംഗ് ഡയഗ്രാം. You have a cantilever beam with a point load P at some distance. ഇത് A and B ആണ്. Okay, അങ്ങനെയാണെങ്കിൽ shear force diagram and followed by bending moment diagram. Okay. ആ സൈഡ് വരുന്ന കാണുന്നില്ല. ഇത് കാണുന്നില്ലേ? അവിടെ കാണുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്ത് കാണുന്നില്ല അല്ലേ? ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാൻ. ഓക്കെ, സോ ഓക്കെ, അപ്പൊ ഇത് ഓക്കെ അല്ലേ? അപ്പൊ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഈ കേസിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമുക്ക് പ്ലോട്ട് ചെയ്യാം. സോ ദിസ് ഈസ് യുവർ എ ആൻഡ് ദിസ് ഈസ് യുവർ ബി. എ ആൻഡ് ബി അഗൈൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലും എ ആൻഡ് ബി റൈറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് എ ആൻഡ് ബി റൈറ്റ്. നൗ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്യണമെങ്കിൽ എനിക്കറിയാം ബി എന്നുള്ള പോയിന്റ് എനിക്ക് ഇവിടെ കിട്ടിയ വാല്യൂ എത്ര? ഇറ്റ് ഈസ് പോസിറ്റീവ് പി പ്ലസ് പി ആണ്. Right, value at that point is positive P and this is constant up to A അല്ലേ? So this okay, ഞാൻ already പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ റൂൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. If the load acting is a point load ആണെങ്കിൽ your shear force diagram will be a box അല്ലേ? Shear force diagram ആ റീജിയനിൽ will be a constant value or it is a box. Right, എന്തുകൊണ്ടാണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഞാൻ പറയാന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? എനിക്ക് ഇവിടെ കിട്ടിയ വാല്യൂ ഒരു P എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ആ ബി തൊട്ട് എ വരെ അതേ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഈ ഒരു പോയിന്റ് ഈ ഒരു പോയിന്റ് വരെ അതേ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞ മറ്റൊരു ലോജിക്കിൽ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു വെയിറ്റ് എടുത്തു, ഈ വെയിറ്റ് എടുത്ത് ഞാൻ നടക്കുകയാണ് എന്ന് വെച്ചാൽ എന്റെ ഈ ഒരു വെയിറ്റേ ഉള്ളൂ. എ എന്നുള്ള പോയിന്റ് ഞാൻ കൊണ്ടുപോയിട്ട് അത് വെക്കുകയാണ് അല്ലെ? അപ്പൊ എ എന്നുള്ള പോയിന്റ് വരെ എന്റെ കയ്യിലുള്ളത് ഈ ഒറ്റ എത്ര പി എന്ന് പറഞ്ഞ ലോഡ് മാത്രമാണ് അല്ലെ? സോ അപ് ടു ദാറ്റ് പോയിന്റ് എ വരെ യുവർ ലോഡ് ഈസ് എ കോൺസ്റ്റന്റ് ലോഡ് വിച്ച് ഇസ് നത്തിങ് ബട്ട് യുവർ പി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വിൽ ബി എ ബോക്സ്. റൈറ്റ്, നൗ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നോക്കാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ നമുക്ക് കിട്ടിയ ഒരു വാല്യൂ, യുവർ ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി വാല്യൂ ഇസ് 0. റൈറ്റ്, ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ഇസ് 0 ആൻഡ് ബെൻഡിങ് മൊമെന്റ് അറ്റ് എ ഈസ് മൈനസ് പി ഇൻറ്റു എൽ അല്ലെ? മൈനസ് പി ഇൻറ്റു എൽ ആണ് അല്ലെ? ഒന്നിക്കൽ
മൈനസ് ഉണ്ട്, കാരണം ഞാൻ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി അത് നെഗറ്റീവ് ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു അവിടെ. റൈറ്റ്. Okay, now your bending moment at A is P into L. Now, how do you join these two? ഇത് എങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യും? ബി എന്നുള്ള പോയിന്റും എ എന്നുള്ള പോയിന്റും. റൈറ്റ്. അതിനാണ് വീണ്ടും നമ്മുടെ സെക്കൻഡ് റൂളിലേക്ക് വരുന്നത്. സെക്കൻഡ് റൂൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇസ് എ ബോക്സ്, bending moment diagram is an inclined straight line. അല്ലേ? It's an inclined straight line. It's an inclined straight line. Okay, so that is your bending moment. ഇത് എന്തുകൊണ്ട് inclined straight line വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതിന്റെ അകത്ത് ഏതെങ്കിലും ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഇൻക്ലൈൻഡ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദാറ്റ് സെക്ഷൻ എ എന്ന് പറയുന്നത് പി ഇൻറ്റു വേരിയബിൾ എക്സ് ആണ്. അല്ലെ, പി ഇൻറ്റു ഒരു കോൺസ്റ്റന്റ് ലോഡിന്റെ എക്സ് ആണ്. ഇതെന്താ, ഒരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. y is equal to mx എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. സോ യു വിൽ ഗെറ്റ് എ സ്ട്രേറ്റ് ലൈൻ. സോ ജോയിൻ ദിസ് ബൈ എ സ്ട്രേറ്റ് ലൈൻ. റൈറ്റ്. സോ ഒരു കാന്റിലിവറിന്റെ കേസിൽ പോയിന്റ് ലോഡ് ഈസ് ആക്ടിങ്, the shear force diagram is a box and your bending moment diagram is an inclined straight line. Right. So this is നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒരു കാന്റിലിവർ ബീമിന്റെ ഒരു എൻഡ് പോയിന്റിൽ ഒരു പോയിന്റ് ലോഡ് വരുന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ആ സെക്ഷൻ, ത്രൂ ഔട്ട് ഇതിൽ സെയിം ഷിയറിംഗ് ഫോഴ്സ് ആണ് ഉണ്ടാവുക. പക്ഷേ ബെൻഡിങ് സ്ട്രെസ് മാക്സിമം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് മാക്സിമം ഉണ്ടാവുന്നത് ഈ എൻഡ് പോയിന്റിലായിരിക്കും. ഇവിടെ അല്ല, ഇങ്ങനെ കൂടി ബെൻഡിങ് മൊമെന്റ് മാക്സിമം കിട്ടുന്ന ഈ പോയിന്റിലായിരിക്കും. സോ ഇവിടെ തന്നെ ആയിരിക്കും നമ്മളെ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാവുക. ഈ ഒരു പോയിന്റിലാണ് ഇത് ബ്രേക്ക് ആവാനുള്ള പോസിബിലിറ്റിയും കൂടുതൽ. ഓക്കെ, അത് നോട്ട് ചെയ്യാം. അടുത്ത പ്രോബ്ലം കൂടെ ആകുമ്പോഴേക്ക് ഏതാണ്ട് കൺസെപ്റ്റ് ക്ലിയർ ആവും. നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ വെച്ചിട്ട് തന്നെ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സ്ക്രീൻഷോട്ടുകൾ എടുക്കാം. ഈ ഏരിയയിൽ വന്നാൽ കാണുന്നില്ല അല്ലേ? വായിച്ചോടാ, പ്രോബ്ലം ചെയ്യാം. ഓക്കെ, പ്രോബ്ലത്തിലൂടെ സംഗതി ക്ലിയർ ആക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിക്കോ, ഡ്രോ ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. Draw the shear force diagram and bending moment diagram for a cantilever beam. For a cantilever beam shown in the figure. For a cantilever beam shown in figure. Cantilever beam shown in figure. Okay, so രണ്ട് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. One is 10 kilonewton, second one is 15 kilonewton. It is at a distance, equal distance ലാണ്, 100 mm and 100 mm. At some distance 100 mm and 100 mm. അല്ലേ? കഴിഞ്ഞില്ലേ? സൊല്യൂഷനിലേക്ക് വരാം. ഇത് ഞാൻ ചെയ്യാം. ഇതിന്ന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ഇപ്പൊ തന്നെ ക്ലിയർ ആക്കാം. എന്നിട്ട് അടുത്ത പ്രോബ്ലം ഞാൻ കുറച്ച് പ്രോബ്ലം ഞാൻ തരും. അപ്പൊ അത് നിർബന്ധമായിട്ടും ചെയ്തിട്ട് വരണം. പോയിന്റ് ലോഡ് ഇന്നത്തോടെ ക്ലിയർ ആക്കിയിരിക്കണം. ഈ അവർ 11:50 വരെ അല്ലേ? അപ്പോ മാർക്കിംഗ് ദിസ് പോയിന്റ്, അത് ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു. ആദ്യം ചെയ്യേണ്ട കേസ്, യു ഹാവ് ടു മാർക്ക് ദ മെയിൻ പോയിന്റ്സ് അല്ലെ. അപ്പൊ ഒന്ന് ഒരു എൻഡ് പോയിന്റ് ആണ്. ലെറ്റ് ദിസ് ബി എ. ഓക്കെ, ലെറ്റ് ദിസ് ബി മൈ ബി പോയിന്റ്.
അടുത്ത എൻഡ് പോയിന്റ്, അവിടെ ഒരു 10 കിലോമീറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ലെറ്റ് ദാറ്റ് പോയിന്റ് ബി ബി. നെക്സ്റ്റ് ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ദിസ് വൺ, ലെറ്റ് ദിസ് പോയിന്റ് ബി സി. ഓക്കെ, ഞാൻ 3 പോയിന്റ് അവിടെ മാർക്ക് ചെയ്തു. നൗ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിലേക്ക് വരാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, നമ്മൾ ഇതെല്ലാം അനലൈസ് ചെയ്ത് കൊടുക്കുന്നത് ഒരു എൻഡ് ആണ്. നമുക്ക് ബി എന്നുള്ള എൻഡ് നിന്ന് എ എന്നുള്ള എൻഡിലേക്ക് വരാം. ഇതാണ് നമ്മൾ അറബി രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു എൻഡ് നിന്ന് എല്ലാ കേസും നമുക്ക് റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് വരാം. ഓക്കെ, അതാണ് നല്ല സൗകര്യമായിട്ടുള്ള ഒരു പരിപാടി. റൈറ്റ്, ഇവിടെ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം നോക്കാം. നോ, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരക്കുന്ന സമയത്ത് യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം സെക്ഷൻ ബൈ സെക്ഷൻ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സെക്ഷൻ എടുക്കാം, which is your CB. ഓക്കെ, സോ ഫോർ ദ സെക്ഷൻ CB നമുക്കൊന്ന് അനലൈസ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇത് മനസ്സിലുണ്ടാവണം, നമ്മളിതൊന്ന് സങ്കല്പിക്കണം. ഒരു ബീം ഉണ്ട്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ നമ്മളെ എന്താ പറയാ, ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ കാണാം ഈ ചാടാൻ വേണ്ടിട്ട് വെക്കുന്ന സാധനം അല്ലെ. അപ്പൊ ഏതാണ്ട് അതിന്റെ ഒരു പിക്ചർ മനസ്സിലുണ്ടാവുക. ഓക്കെ, അങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതിന്റെ എൻഡിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, അതിന്റെ നടുക്ക് ഒരാൾ നിൽക്കുന്നുണ്ട്. ഓക്കെ, അത് 2 വെയിറ്റ്, ഒന്ന് 10 കിലോമീറ്റർ ആണ്, രണ്ടാമത്തെ 15 കിലോമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെ 2 വെയിറ്റ് അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിലെ ഷിയർ ഫോഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും, അതിലെ ബെൻഡിങ് മൊമെന്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും, എവിടെയാണ് ബ്രേക്കിംഗ് ടെൻഡൻസി കൂടുതൽ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫൈൻ. So for the section CB, ഞാൻ ആ end section എടുക്കുകയാണ്. For this section, last section, for section CB, so your shear force at B എന്തായിരിക്കും? Shear force at B will be equal to എത്രയാണ്? B എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? 10 ആണ് അല്ലെ. അല്ലെ, ഇനി എന്ത് ചെയ്യണം? You have to check the sign convention അല്ലെ. Sign convention, is it positive or negative? 10 kilonewton, whether it is positive or negative. പോസിറ്റീവ് ആണ് അല്ലെ, കാരണം റൈറ്റ് ഡൗൺവേർഡ്സ് ആണ്. ഓർക്കേണ്ട കാര്യം അപ്പൊ തന്നെ ആലോചിക്കണം, റൺ ആണ് നമ്മളെ കോഡ്, റൈറ്റ് അപ്വേർഡ് ആണ് നെഗറ്റീവ്, ബോട്ടം ഡൗൺവേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് പോസിറ്റീവ്. റൈറ്റ്, ഫോർ യുവർ ഷിയർ ഫോഴ്സ് അറ്റ് ബി ഈസ് പോസിറ്റീവ് 10 കിലോമീറ്റർ. ഇനി അടുത്ത പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കുക. ഷിയർ ഫോഴ്സ് അറ്റ് സി എത്രയായിരിക്കും? ഷിയർ ഫോഴ്സ് അറ്റ് സി എത്രയായിരിക്കും? നിങ്ങൾ എത്രയാ പറയുന്നത്? ഷിയർ ഫോഴ്സ് അറ്റ് സി, ഷിയർ ഫോഴ്സ് അറ്റ് സി പറഞ്ഞോ, തെറ്റിക്കോട്ടെ. സി എത്രയായിരിക്കും? ബിയിൽ നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്, 10 കിലോമീറ്റർ ആണ്. സിയിൽ എത്രയായിരിക്കും? യെസ്, ഫർദീൻ പറയുന്നത് 25 കിലോമീറ്റർ ആണ്. വേറെ ആർക്കും എതിരഭിപ്രായം ഉണ്ടോ? എല്ലാരും യോജിക്കുന്നോ അല്ലെ എതിരഭിപ്രായം ഉണ്ടോ? എല്ലാരും പറ, തെറ്റട്ടെ. നിങ്ങൾ ഇങ്ങനെ മടിച്ചേക്കല്ലേ, എന്നാ പുറത്തേക്ക് വരട്ടെ. 15 തന്നെ ആയിരിക്കും അല്ലെ? 15 മാത്രമായിരിക്കും, അങ്ങനെയാണോ? ഓക്കെ, നോക്കാം. നമ്മൾ ഫർദീൻ പറഞ്ഞ കാര്യം സത്യം തന്നെയാണ്. കാരണം സി എന്നുള്ള പോയിന്റ് 25 കിലോമീറ്റർ ആക്റ്റീവ് അല്ലെ. ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്ക്. സി ഒരു ബീം ഉണ്ട്, ഒരു എൻഡിൽ എത്രയാ 10 കിലോമീറ്റർ ആക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ എൻഡ് തൊട്ട് ഈ രണ്ടാമത്തെ ലോഡ് ആക്ട് ചെയ്യുന്ന വരെ 10 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ ഇവിടെ എന്തായി? ഇവിടെ 10ന്റെ കൂടെ ഒരു 15 കൂടെ വന്നു അല്ലെ. അപ്പൊ 25 കിലോമീറ്റർ അവിടെ ആഡ് ചെയ്യപ്പെടും ആ ഒരു പോയിന്റിൽ. പക്ഷെ നമ്മള് ഷിയർ ഫോഴ്സ് ഡയഗ്രാം പെർസ്പെക്റ്റീവില് നമുക്ക് ഇനി നോക്കാം. ഓക്കെ, നമുക്ക് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യണം. എവിടം തൊട്ട് എവിടം വരെയാണ് 10 കിലോമീറ്റർ, എവിടം തൊട്ട് എവിടം വരെയാണ് 15 കിലോമീറ്റർ അല്ലെങ്കിൽ 25 കിലോമീറ്റർ വരുന്നതൊക്കെ നോക്കണം. അപ്പൊ ഈ ഒരു ലോജിക്കാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ലോജിക്കാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. കറക്റ്റ് ശ്രദ്ധിച്ച് കേൾക്കുക, ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ചോദിക്കുക. ഓക്കെ, സോ ഷിയർ ഫോഴ്സ് അറ്റ് സി ഈസ് ആക്ച്വലി 10 കിലോന്യൂട്ടൺ. എന്തുകൊണ്ടാണെന്ന് പറയാം. സി, നമ്മളിവിടെ എടുക്കുന്നത് ഷിയർ ഫോഴ്സ് അറ്റ് സി, ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഫോർ ദ സെക്ഷൻ സി ബി എന്ന് പറഞ്ഞ സെക്ഷൻ ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള സെക്ഷൻ. ഈ ബി എന്നുള്ള, നമുക്ക് ഈ ഫസ്റ്റ് ഈ ബി എന്നുള്ള പോയിന്റ് എടുക്കാം. ബി എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡിന്റെ എഫക്ട്, ഓക്കെ, ഇത് സി ബി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് എന്റെ സി ആണ്, ഇത് സി ടു ബി ആണ്. ഓക്കെ, സി ബി എന്നുള്ള സെക്ഷൻ എടുക്കുന്ന സമയത്ത് ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ എഫക്ട് വരുന്നത് എവിടെയാണ്? ഇവിടം തൊട്ട് ഇവിടം വരെയാണ്, ഇവിടുന്ന് അങ്ങോട്ടേക്കല്ല അല്ലെ. ഇവിടം തൊട്ട് ഇവിടെ, കാരണം ഇവിടുന്ന് അങ്ങോട്ടേക്ക് മെറ്റീരിയൽ ഇല്ല, ഇവിടം തൊട്ട് ഇവിടം വരെയാണ് ഇതിന്റെ എഫക്ട് വരുന്നത്. ശരിയല്ലേ? സോ അപ് ടു സി ഈ ഷിയർ ഫോഴ്സ് അറ്റ് സി ഫോർ ദിസ് സെക്ഷൻ സി ബി എന്ന് പറയുമ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്ന സെക്ഷൻ എവിടെ തൊട്ടാ? ഇവിടം തൊട്ട് ഈ എൻഡ് വരെയുള്ള സെക്ഷൻ ആണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. സോ അപ് ടു സി ഇതാണ് ഷിയർ ഫോഴ്സ് അറ്റ് സി എന്ന് പറയുമ്പോൾ ഈ ഒരു കേസിൽ ഈ ഒരു ചെറിയ സെക്ഷൻ ആയതുകൊണ്ട് അപ് ടു സി എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. അപ് ടു സി ഇറ്റ് ഈസ് ആക്ച്വലി 10 കിലോമീറ്റർ അല്ലെ. എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ പറഞ്ഞ ലോജിക്കൽ ആലോചിക്കാം. ഇപ്പൊ 2 സ്ഥലത്ത് 2 ലോഡ് വെച്ചിട്ടുണ്ട്.
ഞാൻ നടന്നു വരുന്ന സമയത്ത് ഈ 10 കിലോ ന്യൂട്ടൺ എടുത്തു. അപ്പൊ ഇപ്പൊ എന്റെ കയ്യിൽ 10 കിലോ ന്യൂട്ടൺ ഉണ്ട്. ഞാനിട്ട് ഈ സി എന്നുള്ള പോയിന്റിലേക്ക് നടന്നു പോവാണ്. ഓക്കെ, നടന്നു പോവാണ്. ഈ സി എന്നുള്ള പോയിന്റിൽ എത്തുന്നത് വരെ എന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഈ 10 കിലോ ന്യൂട്ടണേ ഉള്ളൂ അല്ലെ. സി എന്നുള്ള പോയിന്റിൽ ഞാൻ എത്തി അല്ലെ. ഈ പോയിന്റിൽ എത്തുമ്പോഴും എന്റെ കയ്യിൽ 10 കിലോ ന്യൂട്ടണേ ഉള്ളൂ. ആ പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോഴും എന്റെ കയ്യിൽ 10 കിലോ ന്യൂട്ടണേ ഉള്ളൂ. ഇനി ഞാൻ എടുക്കുകയാണ് എന്ത്? 15 കൂടെ എടുക്കുകയാണ്. അപ്പൊ ആ പോയിന്റിൽ എത്തിയതിന് ശേഷം 15 കൂടെ കൂടി അതിന്റെ മുകളിൽ കൂടി അല്ലെ. അപ്പൊ എത്ര? 25 കിലോ ന്യൂട്ടണിലേക്ക് വരും അല്ലെ. പക്ഷെ ഈ 25 കിലോ ന്യൂട്ടന്റെ എഫക്ട് എവിടെയാ വരാ? എന്റെ പുറകിലേക്ക് ഇതിന്റെ എഫക്ട് ഇല്ല. എവിടത്തേക്കാ? ഇവിടുന്ന് എന്റെ മുന്നിലേക്ക് ഇതിന്റെ എഫക്ട് ഉള്ളൂ അല്ലെ. എന്ന് വെച്ചാൽ ഈ ലോഡിന്റെ ഈ 15 കിലോ ന്യൂട്ടന്റെ എഫക്ട് എവിടുന്ന് തൊട്ടാ തുടങ്ങുക? ഇവിടുന്ന് തൊട്ട് തുടങ്ങും ഈ എൻഡിലേക്ക്. ക്ലിയർ ആണോ? റൈറ്റ്. അപ്പൊ ഇവിടെ shear force at C is actually positive 10 kilo. Now for the section, അടുത്ത സെക്ഷൻ എടുക്കാം. For section AC എന്നുള്ള സെക്ഷൻ എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും നോക്കിക്കോ. AC എന്നുള്ള സെക്ഷൻ എടുക്കുമ്പോൾ again എന്ത് ചെയ്യണം? You have to take the shear force at C. Okay, again വീണ്ടും എന്ത് ചെയ്യാം? shear force at C. കാരണം AC എന്നുള്ള സെക്ഷനിൽ C ഉണ്ട് അല്ലെ. ആ 15 കിലോ ന്യൂട്ടന്റെ എഫക്ട് എവിടുന്ന് തൊട്ട് തുടങ്ങും? 10 കിലോ ന്യൂട്ടന്റെ എഫക്ട് ഇവിടെ തൊട്ട് B തൊട്ട് A വരെ ഉണ്ടാവും. പക്ഷെ 15 കിലോ ന്യൂട്ടന്റെ എഫക്ട് C തൊട്ട് A വരെ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതാണ് ഇവിടുത്തെ ലോജിക്ക്. അപ്പോൾ shear force at C is equal to എന്ത് ചെയ്യാം? You have to add this 10 kilo Newton with 15 kilo Newton. So that means at C you will get 25 kilo Newton. എവിടെ? For this AC section. Okay, അങ്ങനെയാണെങ്കിൽ your shear force at താഴേക്ക് ഇത് കാണുമല്ലോ അല്ലെ. നമുക്ക് ഇവിടെ എഴുതാം. അങ്ങനെയാണെങ്കിൽ your shear force at A എത്രയായിരിക്കും? അപ് ടു A ആണ് നോക്കേണ്ടത്. അതിന്റെ എൻഡില് വേറെ ഒരു ലോഡും ഇല്ല. Therefore your shear force at A is nothing but 25 kilo Newton. Positive 25 kilo Newton. Clear ആണോ? shear force values? Yes sir. എല്ലായിരിക്കും. അപ്പൊ ഈ ലോജിക്കിലാണ് നമുക്ക് വരേണ്ടത്. നമ്മള് അതുകൊണ്ട് അത് പറയുന്നത് shear force ഡയഗ്രാം വരയ്ക്കുമ്പോൾ എപ്പോഴും സെക്ഷൻ ബൈ സെക്ഷൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ എടുക്കുക. അപ്പൊ എത്ര നമ്പർ ഓഫ് ലോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പോവാം. ഫസ്റ്റ് സെക്ഷൻ എടുക്കുക, അടുത്ത സെക്ഷൻ എടുക്കുക, അടുത്ത സെക്ഷൻ എടുക്കുക, അടുത്ത സെക്ഷൻ എടുക്കുക, അങ്ങനെ വരാം. ഓക്കെ, സോ ഇതിൽ ലോജിക്ക് ഇതിലേ ഉള്ളൂ. ബി എന്നുള്ള ലോഡിന്റെ എഫക്ട് ബി എന്നുള്ള പോയിന്റ് തൊട്ട് എ എന്നുള്ള പോയിന്റ് വരെ ഉണ്ട്. പക്ഷെ സിയിൽ ആക്ട് ചെയ്യുന്ന ലോഡിന്റെ എഫക്ട് സി എന്നുള്ള പോയിന്റ് തൊട്ട് എ വരെ മാത്രമേ ഉള്ളൂ. ഈ ഒരു റീജിയണിൽ അതിന്റെ ഒരു എഫക്ട് വരുന്നില്ല. ഫൈൻ. വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ഈ പറയുന്ന എന്താ പറയാ, നമ്മുടെ സ്വിമ്മിംഗ് പൂളിന്റെ കേസ് തന്നെ എടുക്കാം. ഒരാൾ എൻഡിൽ നിന്നു, ഒരാൾ നടുക്ക് വന്നു അല്ലെ. ഈ നടുക്ക് നിൽക്കുന്ന ആളുടെ എഫക്ട് എൻഡിൽ നിൽക്കുന്ന ആ പോയിന്റിൽ വരില്ല അല്ലെ. അതിന്റെ സ്ട്രെസ് വാല്യൂ, സ്ട്രെസിന്റെ എഫക്ട്, റൈറ്റ്. പക്ഷെ ഡിഫോർമേഷൻ എഫക്ട് വരും, സ്ട്രെസിന്റെ എഫക്ട് വരില്ല. ദാറ്റ് എഫക്ട് വിൽ ഓൺലി ബി അറ്റ് ദിസ് എൻഡ് പോയിന്റ്. ഇവിടുന്ന് ഇതിന് ശേഷം ഉള്ള പോയിന്റിൽ മാത്രമേ അതിന്റെ ഒരു എഫക്ട് വരും, റൈറ്റ്. ഓക്കെ, സോ shear force at A is equal to 25 kilo Newton, right? അപ്പൊ shear force values നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് വരാം. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എടുക്കുന്ന സമയത്ത് സെക്ഷൻ ബൈ സെക്ഷൻ ഒന്നും എടുക്കണമെന്നില്ല. നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് എടുത്തിട്ട് തന്നെ പോവാം. ഓക്കെ, ഇനി നമുക്ക് ബെൻഡിങ് മൊമെന്റ് ആലോചിച്ചു നോക്കി നോക്കാം. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി എന്തായിരിക്കും? ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി എന്തായിരിക്കും? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ബെൻഡിങ് മൊമെന്റ്. ബെൻഡിങ് മൊമെന്റ് എന്താ? ആ ഫോഴ്സ് കൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ബെൻഡിങ് ആണ്. യെസ്, എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. കാരണം ഫോഴ്സ് ഉണ്ട്. എത്ര? ബി എന്നുള്ള പോയിന്റ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് 10 കിലോമീറ്റർ. ബട്ട് ദർ ഇസ് നോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസ് 0. റൈറ്റ്. Therefore your bending moment at B is equal to 0. Right. Now അങ്ങനെയാണെങ്കിൽ your bending moment at A എന്തായിരിക്കും? സോറി, C. അടുത്ത പോയിന്റ് bending moment at C ആണ്. റൈറ്റ്. bending moment at C എന്തായിരിക്കും? bending moment at C ഫോഴ്സ് ഇൻടു 1000 ആണോ? ആ, എത്ര വരാ? 1000 ആണോ? യെസ് അല്ലെ. പക്ഷെ ശ്രദ്ധിക്കുന്ന കാര്യം ഒന്ന് കിലോ ന്യൂട്ടൺ ആണ്. എത്ര? 10 കിലോ ന്യൂട്ടൺ ഇൻറ്റു 10 കിലോ ന്യൂട്ടൺ ഇൻറ്റു 100 mm ആണ് അല്ലെ. അപ്പൊ എത്ര? 10 ഇൻറ്റു 10 ക്യൂബ് ഇൻറ്റു 100 വരും. റൈറ്റ്. എത്ര? 10 റേസ് ടു 3 4 10 റേസ് ടു 6 ന്യൂട്ടൺ mm എന്ന് കിട്ടും. റൈറ്റ്. 10 റേസ് ടു 6 ന്യൂട്ടൺ mm എന്ന് കിട്ടും. ഓക്കെ, ഇതാണ്. ഇപ്പൊ ഞാൻ ചെയ്ത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്താ? ബെൻഡിങ് മൊമെന്റ് സി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു നമുക്ക് ഒരു എൻഡ് നിന്ന് വരാം. റൈറ്റ്. ഇത് ഇങ്ങനെ ഒരു സൈഡ് അങ്ങ് മറച്ചു വെച്ചാൽ മതി. ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി എന്ന് പറയുമ്പോൾ എന്താ ഇവിടുത്തെ അവസ്ഥ? എന്താ? ഈ ലോഡ് അല്ലെ. ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി എന്ന് പറഞ്ഞാല് ഇതാണ് എന്റെ ലോഡ്.
ഇതിന്റെ മുന്നിൽ വരുന്ന ലോഡ് നോക്കുക. ഓക്കെ, ഇപ്പൊ ബെൻഡിങ് മൊമെന്റ് ബി എന്ന് പറയുമ്പോൾ 10 കിലോമീറ്റർ ആണ് ബിയിൽ ആക്ട് ചെയ്യുന്നത്. പക്ഷെ എന്താ, there is no perpendicular distance. Perpendicular distance is absent. So bending moment at B is equal to 0. Now bending moment ഞാൻ പതുക്കെ ഇതങ്ങ് നീക്കാണ്, ഞങ്ങൾ നീക്കി ഇനി ബെൻഡിങ് മൊമെന്റ് സി എനിക്ക് കാണണം അല്ലെ. ബെൻഡിങ് മൊമെന്റ് സി കാണണമെങ്കിൽ രണ്ട് ലോഡാണ് വരുന്നത്. ഒന്ന് ബിയിൽ ആക്ട് ചെയ്യുന്ന ലോഡും രണ്ടാമത് സിയിൽ ആക്ട് ചെയ്യുന്ന ലോഡും. ഇവിടെ ബിയിൽ ആക്ട് ചെയ്യുന്ന ലോഡ് 10 കിലോമീറ്റർ ആണ്. യെസ്, there is a perpendicular distance അല്ലെ. എത്ര 100 mm. അപ്പോൾ 10 കിലോമീറ്റർ into 100 mm എടുക്കുമ്പോൾ I'll get the bending moment at C. പ്ലസ് എന്തുണ്ട്, 15 കിലോമീറ്റർ ഉണ്ട് അല്ലെ. പക്ഷെ എന്താ, ഇവിടെ there is no perpendicular distance. അപ്പോൾ 15 കിലോമീറ്ററിനെ കൊണ്ടുണ്ടാവുന്ന bending moment will be equal to 0. റൈറ്റ്. ഇവിടെ ആകെ എന്താ ഉണ്ടാവുക, 10 കിലോമീറ്ററിനെ കൊണ്ടുണ്ടാവുന്ന bending moment ഉണ്ടാവുള്ളൂ. and that is equal to 10 കിലോമീറ്റർ into 100. ക്ലിയർ അല്ലേ? അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? നെഗറ്റീവ് വരുമോ? ആർക്കും പ്രശ്നമുണ്ടോ? ബെൻഡിങ് മൊമെന്റ് എടുക്കാൻ ഏറ്റവും നല്ല പരിപാടി നിങ്ങൾ കൈകൊണ്ട് ഇതിനങ്ങ് മറച്ചു വെക്കുന്നത് തന്നെയാണ്. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് ശരിയാവുന്ന വരെ ഇങ്ങനെ തന്നെ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ആണ് എനിക്ക് ആദ്യം എടുക്കേണ്ടത്. ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി എടുക്കണമെങ്കിൽ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ, ഫോഴ്സ് ഇൻറ്റു ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാവും. ഞാൻ പറയുന്നത് ബിയിൽ ആക്ട് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ബിയിൽ എത്രത്തോളം ബെൻഡിങ്, ഒരു ബെൻഡിങ് ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാവണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താവുക, ഇവിടെ ഇങ്ങനെ ബെൻഡ് ആവും. ശരിയല്ലേ? ഇവിടെ ഇതേപോലെ ബെൻഡ് ആവും. അപ്പോ നമുക്ക് എന്ത് വേണം, ഒരു ഫോഴ്സ് ഉണ്ടാവണം, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാവണം. അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് പോയിന്റ് ബി എടുക്കാണ്. ബി എന്നുള്ള പോയിന്റ് എടുക്കുന്ന സമയത്ത് അവിടെ ബി എന്നുള്ള പോയിന്റ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എത്ര, 10 കിലോമീറ്റർ എന്നുള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 0 ആണ്. സോ ദാറ്റ് മീൻസ് ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ഇസ് ഈക്വൽ ടു 0. അതാണ് നമ്മൾ ആദ്യത്തെ കേസ്. ഇനി നമുക്ക് ഇങ്ങനെ വരാം, ഇങ്ങനെ വലിച്ച് അടുത്ത ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിലേക്ക് വരാം. ഏതാണ്, ബെൻഡിങ് സി എന്നുള്ള പോയിന്റ് അല്ലെ. ഇനി നോക്കാം ബെൻഡിങ് മൊമെന്റ് സി എത്രയാന്ന് നോക്കാം. ബെൻഡിങ് മൊമെന്റ് സി കാണണമെങ്കിൽ എന്താ, അതിന്റെ മുന്നേ എത്ര ലോഡ് ഉണ്ട് നോക്കുക. ഓക്കെ, ഇവിടെ എത്ര ലോഡ് ഇല്ലേ, ഒരൊറ്റ ലോഡേ ഉള്ളൂ. ഒന്നല്ല, ശരിക്കും രണ്ടെണ്ണം ഉണ്ട്. 10 കിലോമീറ്ററും 15 കിലോമീറ്ററും ഉണ്ട്. റൈറ്റ്. 10 കിലോമീറ്ററിനെ കൊണ്ടുണ്ടാവുന്ന ബെൻഡിങ് മൊമെന്റ് കാണണമെങ്കിൽ you have to multiply this 10 kilonewton with the perpendicular distance. Right, so 10 kilonewton into perpendicular distance is 100 mm. Right, multiply ചെയ്തു, bending moment at C എനിക്ക് കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി പിന്നെ 15 കിലോമീറ്റർ എന്തുകൊണ്ട് എടുക്കുന്നില്ല വെച്ചാൽ അവിടെ perpendicular distance ഇല്ല. Perpendicular distance is 0. Right, therefore my bending moment at C is equal to 10 to the power 6 Newton mm എന്ന് കിട്ടും. ക്ലിയർ ആണോ? നമുക്ക് അടുത്ത കേസ് പറയുമ്പോൾ ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടും. സോ ബെൻഡിങ് മൊമെന്റ് എ എടുക്കാം. ഇതിന്റെ ലാസ്റ്റ് പോയിന്റ് ബെൻഡിങ് മൊമെന്റ് എ ആണ്. റൈറ്റ്, ബെൻഡിങ് മൊമെന്റ് എ എടുക്കുന്ന സമയത്ത് ഇതാണ് എൻഡ് പോയിന്റ്. അപ്പൊ നമുക്ക് നോക്കാം പ്രീവിയസ്ലി എത്ര ലോഡുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് രണ്ട് ലോഡുകൾ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് 10 കിലോമീറ്ററിനും ഉണ്ട്, 15 കിലോമീറ്ററിനും ഉണ്ട്. റൈറ്റ്, അപ്പൊ 10 കിലോമീറ്ററിനെ കൊണ്ട് ഇവിടെ ഒരു ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവും, 15 കിലോമീറ്ററിനെ കൊണ്ട് ഒരു ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവും. റൈറ്റ്, നോക്കാം എങ്ങനെയാണ് വരിക നോക്കാം. സോ 10 കിലോമീറ്ററിനെ കൊണ്ട് ഉണ്ടാവുന്ന ബെൻഡിങ് മൊമെന്റ് എത്രയാണ്, 10 into this perpendicular distance അല്ലെ. 10 into that perpendicular distance plus എന്ത് വരും, 15 into this perpendicular distance will give you the total bending moment. എന്ന് വെച്ചാൽ your bending moment at A is nothing but 10 into 10 cube into 200 plus 15 into 10 cube into 100 will be the final bending moment at A. Clear ആണോ? ക്ലിയർ ആണോ? പ്രശ്നമുണ്ടോ? ഓക്കെ, റൈറ്റ്. സോ യുവർ ബെൻഡിങ് മൊമെന്റ് അറ്റ് എ, അത് രണ്ടും കൂടെ സം ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. എന്തായിരുന്നു, സൈൻ കൺവെൻഷൻ എടുത്തിട്ടില്ല. എന്തായിരിക്കും ബെൻഡിങ് മൊമെന്റ് അറ്റ് സി? എന്താ സൈൻ ആസ് പെർ ദ സൈൻ കൺവെൻഷൻ? പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ, ഇത് താഴേക്കാണ് ബെൻഡ് ആവുക. ശരിയല്ലേ? സോ ദിസ് ഇസ് മൈനസ്, ഫൈനലി ദിസ് വൺ ഓൾസോ വിൽ ബി മൈനസ്. ഓക്കെ, ഇതാണ് ഇതിന്റെ shear force diagram and bending moment values for these points. ഇനി ഇത് ബേസ് ചെയ്തിട്ട് you have to draw your shear force diagram and bending moment diagram. ഇതിലേക്ക് പോവാം. ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റൈറ്റ്, ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് ടൈം തീരാറായി. ഞാൻ SFT വേണ്ടി വരക്കുന്നതും കൂടെ പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്രയും വാല്യൂസ് നമുക്ക് കിട്ടി. നമുക്ക് ഇനി ഇത് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഇത് എങ്ങനെ പ്ലോട്ട്
പ്ലോട്ട് ചെയ്യുമ്പോൾ കുറച്ച് ക്ലിയർ ആവും. പക്ഷെ ഇതൊന്ന് ക്ലിയർ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് മൈൻഡിൽ കാണണം. ഒരു 3 ഡയമെൻഷണൽ ആയിട്ട് ഒന്ന് ഇമാജിൻ ചെയ്യുക. നമ്മളിങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു കേസ് എവിടെയായിരിക്കും ഷിയർ ഫോഴ്സ് കൂടുതലാവും, അല്ലെങ്കിൽ എങ്ങനെയാണ് കൂടി വരിക എന്നൊക്കെ ഉള്ളത് ഒന്ന് മൈൻഡിൽ ഒന്ന് ഇമാജിൻ ചെയ്താൽ വളരെ കൂളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരക്കാം. നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, SFD വരക്കാം. ഇത് കുറച്ച് പ്രാക്ടീസ് ആയാലുണ്ടല്ലോ നമുക്ക് ഈ SFD UMD എല്ലാം ഡയറക്റ്റ് അങ്ങ് വരക്കാൻ പറ്റും. സിമ്പിൾ കേസിന്റെ ഒക്കെ പോയിന്റ് ലോഡ് UDL വരുന്ന കേസൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അതിന്റെ ഡയഗ്രാം വരച്ച് വെക്കാൻ പറ്റും. ഓക്കെ, സോ SFD ആൻഡ് BMD. സോ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന് അഗൈൻ 3 പോയിന്റ്സ് ആണുള്ള A, B and C. റൈറ്റ്, A point, B point and C point. റൈറ്റ്, നൗ ഷിയർ ഫോഴ്സ് അറ്റ് B നമുക്ക് ആദ്യം പോയിന്റ്സ് മാർക്ക് ചെയ്യാം. സോറി, നമുക്ക് കിട്ടിയ വാല്യൂസ് എത്രയായിരുന്നു? ഷിയർ ഫോഴ്സ് അറ്റ് C നമുക്ക് കിട്ടിയ ഇത് C ആണ്, ഇത് B ആണ് അല്ലെ. ഷിയർ ഫോഴ്സ് അറ്റ് B നമുക്ക് കിട്ടിയത് പോസിറ്റീവ് 10 കിലോ ന്യൂട്ടൺ ആണ് അല്ലെ. പോസിറ്റീവ് 10 കിലോ ന്യൂട്ടൺ. പോസിറ്റീവ് 10 കിലോ ന്യൂട്ടൺ. റൈറ്റ്, നമുക്ക് ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ എടുത്ത സമയത്ത് ഫോർ ദ സെക്ഷൻ CB ഷിയർ ഫോഴ്സ് അറ്റ് B എന്ന് പറയുന്നത് 10 കിലോ ന്യൂട്ടൺ ആയിരുന്നു. ഷിയർ ഫോഴ്സ് അറ്റ് C എന്ന് പറയുന്നതും 10 കിലോ ന്യൂട്ടൺ ആയിരുന്നു അല്ലെ. ആൻഡ് ഞാൻ പറഞ്ഞിട്ട് ലോഡ് ആക്ട് ചെയ്യുന്നത് പോയിന്റ് ലോഡ് ആണെങ്കിൽ, നമ്മളിവിടെ ആക്ട് ചെയ്യുന്നത് ലോഡ് പോയിന്റ് ലോഡ് ആണെങ്കിൽ then your shear force is constant അല്ലെ. up to B തൊട്ട് C വരെ your shear force is constant. right, now അടുത്ത സെക്ഷൻ നമ്മൾ AC എന്നുള്ള സെക്ഷൻ എടുക്കുന്ന സമയത്ത് ഷിയർ ഫോഴ്സ് അറ്റ് C നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഷിയർ ഫോഴ്സ് അറ്റ് C വാല്യൂ എത്രയായിരുന്നു? അത് 15 + 10 വരും, 25 ആവും അല്ലെ. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ആ വാല്യൂന്റെ മാഗ്നിറ്റ്യൂഡ് കൂടിയിട്ട് that becomes 25 കിലോ ന്യൂട്ടൺ and that is constant up to A. So this is your shear force diagram. അപ്പൊ ആലോചിച്ച് നോക്ക്, നമ്മൾ ഈ ലോഡ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഒരു എൻഡിന്ന് ഇത് വെയിറ്റിങ്ങിന് എടുത്തെടുത്ത് വരുന്ന ഒരു അവസ്ഥയാണ്. ബിന്ന് നമ്മൾ എയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് B മുതൽ C വരെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 10 കിലോ ന്യൂട്ടൺ ആയിരുന്നു അല്ലെ. ഈ C എന്നുള്ള പോയിന്റ് ഒരു 15 ഒരു കാറിൽ നമ്മൾ യാത്ര ചെയ്യുന്നതായിരിക്കാം. അപ്പോ ആദ്യം കാറിന്റെ വെയിറ്റ് 10 കിലോ ന്യൂട്ടൺ ആയിരുന്നു. C എന്നുള്ള പോയിന്റ് എത്തിയപ്പോൾ ഒരു രണ്ടാളും കൂടെ കയറി എത്രയായി? 15 കിലോ ന്യൂട്ടൺ കൂടുതൽ വന്നു. അപ്പൊ ആ ഒരു പോയിന്റ് കാറിന്റെ വെയിറ്റ് 25 കിലോ ന്യൂട്ടൺ. അതങ്ങനെ കണ്ടിന്യൂ. അപ്പൊ ഇതിന്റെ മുകളിൽ എത്ര ലോഡ് ഉണ്ടെങ്കിലും എന്ത് ചെയ്താൽ മതി? കൂടെ ആഡ് ചെയ്ത് അങ്ങ് പോയാൽ മതി. ഒരു എൻഡിൽ നിന്ന് തുടങ്ങാം മറ്റേ എൻഡ് വരെ ലോഡ് ആഡ് ചെയ്ത് പോവാം. ഓക്കെ, ഫൈനൽ എൻഡിൽ എത്ര ലോഡ് കിട്ടുന്നത് കാണാം. ക്ലിയർ ആണല്ലോ? ഇതിന്റെ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം കൂടെ വരക്കാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ കേസിലും 3 പോയിന്റ്സ് A, B and C. ഓക്കെ, now നമുക്ക് കിട്ടിയ വാല്യൂസ് മാർക്ക് ചെയ്യാം. യുവർ ബെൻഡിങ് മൊമെന്റ് അറ്റ് B is equal to 0 അല്ലെ. ബെൻഡിങ് മൊമെന്റ് അറ്റ് B is equal to 0. ബെൻഡിങ് മൊമെന്റ് അറ്റ് C എത്രയാ? 10 to the power 6 ആണ് അല്ലെ. It is 10 to the power 6. Now similarly bending moment at A, obviously അതൊരു ലാർജർ വാല്യൂ ആയിരിക്കും. ആ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഒരു ഹയർ വാല്യൂ കിട്ടും. ഇതായിരിക്കും അതിന്റെ വാല്യൂ. ഓക്കെ, സംഭവം ഹിയർ ഇതിനേക്കാളും വലിയൊരു വാല്യൂ ആയിരിക്കും ഉറപ്പായിട്ടും ആ ഒരു പോയിന്റിൽ വരാം. റൈറ്റ്, നൗ ഇതിനെങ്ങനെ ജോയിൻ ചെയ്യുന്ന ചോദിച്ചാൽ ആസ് ഐ സെഡ് എന്താ ഈ ഒരു റീജിയൻ ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് എൻ ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ അല്ലെ. ഇറ്റ്സ് എൻ ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ. സോ C to B is an inclined straight line. From C to A is also an inclined straight line. കാരണം ഇവിടെ കോൺസ്റ്റന്റ് ലോഡ് ആണ്. ബെൻഡിങ് മൊമെന്റ് ഒരു ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈനിൽ വേരിയേഷൻ വരും. റൈറ്റ്, സോ മാർക്ക് ദ വാല്യൂസ്. ദിസ് ഈസ് യുവർ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഫോർ ദ പ്രോബ്ലം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. നിങ്ങൾക്ക് പ്രോബ്ലം ഞാൻ നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ട് തരാം. നാളത്തേക്ക് നിർബന്ധമായിട്ട് ചെയ്യണം. എന്നാല് ഈ ഒരു കൺസെപ്റ്റ്, പോയിന്റ് ലോഡിന്റെ കൺസെപ്റ്റ് ഇന്നത്തേക്ക് ക്ലിയർ ആവണം. റൈറ്റ്, ഓക്കെ, പെട്ടെന്ന് നമുക്ക് അറ്റൻഡൻസ് എടുക്കാം. ഇവിടെ എല്ലാവരും ഇല്ലേ? ആരെങ്കിലും ആബ്സെന്റ് ഉണ്ടോ? ഏതോ 2 പേര് ആബ്സെന്റ് ആണല്ലോ. ആരൊക്കെയാന്നറിയാം? ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞോ. 1 സർ പ്രസന്റ് സർ. 2 3 3 4 4 5 6 7 8 9 9 10 11
13. 13. 14. 14. 15. 15. 16. 15. 17. 18. 17. 19. 20. 20. 20. ഇല്ല. 21. 21. 22. 23. 23. ഇല്ല. 24 ധർമ്മേഷ് ഇല്ലേ? 4 ആൾ ആബ്സെന്റ് ഉണ്ട്. 12, 13, 20, 23 അല്ലേ? ധർമ്മേശ് നേരത്തെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, 12, 13, 20, 23. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഉള്ളിൽ എനിക്ക് മെസ്സേജ് അയക്കണം. റൈറ്റ്. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു. താങ്ക് യു, സർ. Good afternoon, Miss. Good afternoon. കോളേജിലാണല്ലേ? മിസ് ഇതെങ്ങനെയാ മിസ് ഇതെല്ലാം കോളേജിൽ പോക്ക്? മിസ് ഒരു സാറിന് പോസിറ്റീവ് ആയിട്ട്